മുല്ലപ്പെരിയാർ കൂട്ടാൻ പോകുന്നു. ആവശ്യത്തിന് ഇപ്പൊ ലോണായിട്ടും പലിശക്കാരായിട്ടും പേടിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ നീ കണ്ടതുണ്ട്, എന്തിനാണ് തന്നെ കൂടി വിളിച്ചാണ് പേടിപ്പിക്കണം? അതല്ലടാ, മുല്ലപ്പെരിയാറിന് വെള്ളം വരുമ്പോഴേ നമ്മൾ സൂക്ഷിക്കുന്ന കൂടുതലേക്കില്ലേ, അതാണ് കടലിൽ ഗൾഫ് വരെ കത്തിക്കുന്നു. ആര്? ആരുന്നല്ല, ഒരു തീക്കുട്ടി കൂടെ വെച്ചായിരുന്നു. പിന്നെ ഈ മലവെള്ളം വന്നിറങ്ങി ആളുകൾ മുങ്ങിച്ചാവാൻ പോകുമ്പോഴത്തേക്കാണ് ആൾക്കാർ തീപ്പെട്ടി ചപ്പാൻ പോകുന്നത്. ഇതൊക്കെ ആര് പഠിച്ചുവിടുന്നാടാ? അതൊരു പോയിന്റാണല്ലോ മോനെ ഗോപി, ഈ ലൈഫ് എന്ന് പറഞ്ഞ പ്രഹേളികയാണ്. നീ ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ, 100 വർഷം കഴിഞ്ഞ് വേറെ ആളുടെ ആയിരിക്കും, പിന്നെ കാറ്, അതല്ലേ? അപ്പൊ അറിയില്ല നീയും കണ്ടല്ലേ? ആ, എന്റെ ഇൻസ്റ്റാഗ്രാമത്തിൽ അതൊക്കെ കഴിക്കാൻ വയ്യണ്ടേ, ഇത് ഈ ലൈക്ക് അടിക്കുന്ന ഓരോ വീഡിയോ ഞാൻ തിരഞ്ഞെടുത്ത് കാണുന്നത്. അതെന്തിന്? അല്ല, അപ്പൊ പിന്നെ അത് സഹിക്കണ്ടല്ലോ. അങ്ങനെ പോയി. ആരൊക്കെ വരുന്നു പോകുന്നു, പക്ഷെ അണ്ണനൊന്നും ഇവിടെ തന്നെ ഉണ്ട്, സ്ട്രോങ് ആയി. ഇനിയും ഇവിടെ ഉണ്ടാവും, ഡബിൾ സ്ട്രോങ് ആയി. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റം നീ കരുതണ്ട. അതിന് ആര് കരുതണ്, അവള് പെട്ടെന്നോടെ തെറ്റിക്കാണും. ആര് കരുതിയാലും ഇല്ലെങ്കിലും മോനെ ഗോപി നീ നോക്കിക്കോ, ശബരിമല ശാസ്താവാണ്, ഹരിഹര സുധനാണ്. ഇല്ല പോയ പെൺകൊച്ചിനുണ്ടല്ല, ഞാൻ വളച്ച് എൻ്റെ പോക്കറ്റിലാക്കിയിരിക്കും. നീ നോക്കി എടാ, പോക്കറ്റിലാക്കാൻ അവളെന്താ കൊടക്കമ്പിയ? അളിയ ട്രൂ ലവ് അപമാനിക്കരുത് പ്ലീസ്. എന്നാ നീ പോയി ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യടാ. ചെല്ലേ പോട്ടെ. ഒരാളെ കാണുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അയാളേക്കാൾ ഇമ്പോർട്ടൻസ് നമുക്ക് തരികയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ദിസ് മാൻ ഹാസ് സംതിങ്. അയാളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മൾ കാണുന്ന മറ്റു മനുഷ്യർക്കൊന്നും ഈ ക്വാളിറ്റി ഉണ്ടാവില്ല. അയാളെ നമുക്ക് സോൾമേറ്റ് എന്ന് വിളിക്കാം. എന്ത് പരിപാടിയായിട്ട് നമുക്ക് പറഞ്ഞൂടെ? ഹലോ, തനിക്ക് എന്താ വേണ്ടേ? അല്ല എടോ, എനിക്ക് മനസ്സിലാവാതെ കുട്ടിക്ക് എന്നോട് എന്തിന് ഇത്ര ജാടാ? ഇതേ ജാടയല്ല, താല്പര്യമില്ലായ്മയാണ്. കുട്ടി ഞാൻ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിലും കുറച്ച് സൗന്ദര്യമുള്ള കുട്ടികളുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ശരി, എന്നാലേ താനേ തൻ്റെ സ്വപ്നലോകത്ത് പോയി ജീവിക്കും. എടോ എടോ, താല്പര്യമില്ല. പാമ്പൻ പാലത്തിന്റെ പിൻബലം, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. നീ ഒരു ഉരുക്കു മനുഷ്യനാണാ. ട്രൂ ലൗഡാ. അപ്പൊ നീ ഇതുവരെ വിട്ടില്ലേ? വിടാനാ? നിനക്കറിയില്ല, എൻ്റെ ചെരുപ്പില്ലേ, ഇത് നോക്കണ്ടത് ഷൂസാ. എൻ്റെ
തേഞ്ഞ ചെരുപ്പിന് അവളെ പറ്റി കവിത എഴുതാനുണ്ടാവും. ആ ബെസ്റ്റ്. നിനക്കറിയില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ അവളെ ഓർത്ത് വൃത്തികെട്ടാ. കണ്ട സ്വപ്നം മാത്രം മതി ഒരു ജ്ഞാനപീഠ അവാർഡ് കിട്ടാനുള്ള ബുക്ക് ഉണ്ടാക്കാൻ. ഓ അതായിരുന്നാ. ഇനി ഒരു പിന്മാറ്റം മരണത്തിലൂടെ മാത്രം. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. ഗുഡ് ബൈ. അപ്പോൾ ശരി, ബൈ. നീ പോണേണോ? പോട്ടെ. എവിടെ എൻ്റെ ദിവ്യ മോളെ? ദിവ്യൂട്ടി ആരാടാ പെരപ്പുറത്ത്? ഒച്ച വെക്കല്ലേ, ഞാനിപ്പോൾ പോകാം. തന്നെ കൊണ്ടൊരു മനസമാധാനം ഇല്ലല്ലോ. എടോ, തന്നെക്കുറിച്ച് ഓർത്തോർത്ത് എങ്ങോട്ടേക്ക് വണ്ടി എടുത്താലും അത് കൊച്ചിക്കാണെങ്കിലും ശരി കൊല്ലത്തേക്കാണെങ്കിലും ശരി ലാസ്റ്റ് കറങ്ങി തന്നെ ഇവിടേക്ക് എത്തണത്. ഈ ട്രൂ ലവിനെ പ്രാന്തനാക്കി കണ്ട ഇവിടെ പോലും ഞാൻ തന്നെ മുമ്പ് വീണുപോയി. ഇന്നലെ താൻ പോയ വല്ല പ്രാന്താശുപത്രിയിലും പോയി കിടക്കും. അവിടെയും പോവാം, പക്ഷെ അവിടെ പോയാലും ലാസ്റ്റ് കറങ്ങി തന്നെ ഇവിടെ എത്തണത്. അതാണ് പ്രശ്നം. എനിക്ക് നല്ല പെട തരാൻ അറിയാൻ മേലാത്തോണ്ടല്ല, തനിക്കിത് കിട്ടേണ്ട ആവശ്യമുണ്ട്. വെറുതെ പിട വാങ്ങാം, പക്ഷെ എത്ര പിടയ്ക്കും എൻ്റെ ഈ കാത്തിരിപ്പിന് മുടക്കാനാവില്ല. എന്നെ കൊണ്ട് വലിയ ശല്യമാണല്ലോടോ. ഞാനേ നാട്ടുകാരെ വിളിച്ചു കൂട്ടട്ടെ. ഞാനിപ്പോൾ പോറേ, അങ്ങനെ കണ്ടിപ്പോൾ തിരുമ്പോരേ എന്നെ മറക്കരുത്. ഒരു ദിവസം തൻ്റെ ട്രൂ ലവ് അംഗീകരിക്കും. ബൈ. ചേട്ടാ, ചേട്ടൻ ദിവ്യചേച്ചിയുടെ പുറകെ നടക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ആണോ? പക്ഷേ പുള്ളിക്കാർ സെറ്റ് ആവണില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടാ അതെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും കുട്ടി പറഞ്ഞോ, മടിക്കണ്ട. ചേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതേ കുട്ടി തമാശ കളിക്കില്ല കേട്ടോ. ഇത് തമാശയല്ല, എൻ്റെ ട്രൂ ലവാണ്. ചേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. പക്ഷെ എനിക്കറിയാം നമ്മൾ തമ്മിൽ ഈ ലൈഫിൽ അങ്ങനെ. എനിക്കിഷ്ടം. എനിക്കിഷ്ടം. ചേട്ടൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, ചേട്ടൻ അങ്ങനെ പറ്റത്തില്ല. പറ്റും പറ്റും, എനിക്ക് നീ മതി. ഇത് നിന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഇങ്ങോട്ട് അറിയുന്നു കാണാം. എന്തോ പെരുങ്കോഴി ആരാ? എന്താ? ഞാനെങ്ങാനും നിന്റെ ഡയലോഗിൽ തെന്നി വീഴുമെന്ന് ഓർത്തപ്പോ ഒരു ടെസ്റ്റ് ഡോസ് ഇറക്കിയത് ഇവിടെ. എന്റെ അമ്മൂമ്മയുടെ ഒരു ട്രൂ ലവ്. ദിവ്യൂട്ടി, അതങ്ങനെ അല്ലടാ. പെരുങ്കോഴിക്ക് ഇനി പ്രസംഗിക്കാൻ മൈക്കോ? ഇറങ്ങി പോണം മുതുവാടെ. ചേട്ടാ 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 പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാണോ? എന്തുട്ട്? അല്ല, ചേട്ടനപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനറിയാതെ നാദസ്വരവും തകിലിൻ്റെ ശബ്ദവും കുരവും ഒക്കെ കേട്ടു. കേക്കും. മനസ്സിലാണെങ്കിൽ താലികെട്ട് മിന്നിത്തെളിഞ്ഞു. ഇനി തെളിയിക്കാടി ഞാൻ. ചേട്ടൻ ശരിക്കും എനിക്ക് നീ മതിയായില്ലേ?